ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇത് നല്ല മസാലയൊക്കെ ഉള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഓൾറെഡി മസാലയൊക്കെ പുരട്ടി വെച്ച ഫിഷാണിത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും മല്ലിപ്പൊടിയാണ് ഞാനിതിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പാനിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ചേർത്തത്, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് നമുക്ക് ചേർക്കാം. എന്നിട്ട് ഈ മസാല ചേർത്തിട്ടുള്ള ഓയിൽ നമുക്ക് ഈ ഫിഷിലോട്ടൊക്കെ ചേർത്ത് പിടിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫിഷിനൊരു പ്രത്യേക രുചിയാണ്. 2 സൈഡും നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ടാകില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ബാച്ച് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് ബാച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മസാല ഓയിലൊക്കെ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് നല്ല രീതിയിൽ കുക്കായി വന്നപ്പോൾ ഞാൻ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഈ മൊരിയിക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിട്ട് നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. ഒരു മീഡിയം സൈസ് സവാള, ഞാനിത് ഫിഷ് ബാക്കി വന്ന മസാലയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെ ഈ സവാള ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ശകലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ശകലം കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ ആ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഇതുപോലെ നമ്മുടെ ഒണിയനും നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് പൊരിച്ച് വച്ചിരിക്കുന്ന മീനിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിനൊപ്പം സാമ്പാറും നല്ല ബീട്രൂട്ട് തോരനും ശകലം ഫിഷ് ഫ്രൈയും ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ആ മസാല ചേർത്ത് കഴിക്കാൻ. താങ്ക്